ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അപ്പൂസ് സ്കൂളിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. യൂണിഫോം ഒന്നും മാറിയിട്ടില്ല. ഇപ്പോൾ കുറച്ചായിട്ട് സ്കൂളിട്ട് വരിക നമ്മളെ വിശേഷത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഷർട്ട് അയച്ചിടൂല കേട്ടോ. അത് കഴിഞ്ഞ ശേഷം മേലേക്കുമ്പോൾ അതൊക്കെ മാറ്റുള്ളൂ. പിന്നെ അമ്മയും കൂടി ഇല്ലാത്ത കാരണമാണ് ഓൻ വരുന്നത്, ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അമ്മ എന്തായാലും നാളെ എന്തായാലും വരും. അപ്പോൾ നമ്മളന്ന് സിന്ധേച്ചിനെ ഇന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ കുറച്ച് സമാധാനമായി. നമ്മള് പുതിയ വീടിന്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് നല്ല സന്തോഷപ്പെട്ടൊരു ദിവസം പറയാൻ വേണ്ടി വന്നാണ്. അതെ. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായോ എന്തോ, നമ്മളെ വീടിന്റെ തേപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നലെ വാർപ്പൊക്കെ ആയതുകൊണ്ട്. ഇന്നലെ നമ്മൾ അവിടെ പോയപ്പോൾ അവിടുത്തെ വിശേഷം എടുത്തു. അപ്പോൾ അങ്ങനെ അത് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു റൂം തേച്ച് ഫുള്ളാക്കി. ഇന്ന് ബാക്കി മുകളിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഇപ്പോൾ 5:45 ഒരു 8 മണിക്ക് വന്നിട്ട് ഇപ്പോൾ 5:45 വരെ പണിയെടുത്തു. 3 പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നമ്മളെ മലയാളികളല്ല കേട്ടോ തേപ്പ് എടുത്തിട്ടുള്ളത്, ഹിന്ദിക്കാരാണ്. അപ്പോൾ അല്ല, ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ ഓരോ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നല്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇവർ നല്ല ക്ലീൻ ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ടാണ് നമ്മളെ വീട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തരാം. അപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയുന്ന സന്തോഷം. ഏതു നേരവും ഇവരെ പണിക്കാരൊപ്പം തന്നെയാണ്. പിന്നെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത്ര കറക്റ്റായിട്ട് ചെയ്ത് തരുള്ളൂ എന്നൊക്കെ. പിന്നെ സന്തോഷൻ്റെ ഫ്രണ്ട്സുകൾ റഫീഖ് ഓരൊക്കെ അറിയാമല്ലോ, ഓലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് കാട്ടി കൂട്ടരുത്. കാരണം നമുക്കൊന്നും അറിയില്ല. നമ്മളെങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കണ കെട്ടി പൊക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ വിഷമം നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒന്നും കാട്ടിക്കൂട്ടരുത്, ഉള്ളത് നീറ്റായിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പണിക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലേ. അപ്പോൾ ഒപ്പം വരും മോനെ. നമ്മൾ കോഴിക്ക് തീറ്റെടുക്കാൻ പോവാണ്. ഒരു ആ കോഴി ചത്തിട്ടില്ല കേട്ടോ. ഇന്നലെ 2 ദിവസം മുന്നേ നമ്മള് വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനൊരു ക്ഷീണുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. എന്ത് മണ്ണാന്ന് സാധാ തരിച്ച മണലും പുഴ മണല്. പക്ഷെ നമ്മള് നേരെ ഓപ്പോസിറ്റ് കാട്ടി വാർക്കാന് എംസാൻഡ് ഉപയോഗിച്ച് തേക്കാന്. മലയാളീസ് പറഞ്ഞ കമ്മി ആയതുകൊണ്ട് ആ പൈസക്ക് നമ്മള് എന്താണ് എല്ലാരും പറഞ്ഞു മണലെടുക്കാന്ന്. എന്തേ പിന്നെ പോവാന്ന് പോയോക്കാം. നമ്മളെ വീട് കാട്ടി കൊടുക്കുക. തിരുമ്പിട്ട് പോയതോലെ അപ്പൂസ് വാങ്ങ ഇവിടേക്ക് നിർത്തിയിട്ടില്ല കേട്ടോ തേപ്പ്. നമ്മളെ ഒരു റൂം ഫുള്ളാക്കിയിട്ട് കുഴപ്പമില്ല സെറ്റപ്പ്. വെള്ളം ഞാൻ ഒന്ന് കുറേ നനച്ചിട്ടുണ്ട്. ഇരുട്ടല്ലേ ഇപ്പൊ ഇതും കൂടി ഇരുട്ടായി. സൗണ്ട് മാറി അല്ലേ. കുഴപ്പമില്ല, അടിപൊളിയാ. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മിക്സിങ് നമ്മൾ നിന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണ്. ഇനി വൈറ്റ് വാഷ് ചെയ്താല് കണ്ടവരൊക്കെ ഉഷാറായി പറഞ്ഞു. ഉഷാറായിരുന്നു. എല്ലാരും വന്ന് നോക്കി പോയി ഇവിടെ. ഇന്നലെ ഒരു ദിവസം കൊണ്ട് 3 ആളത്തെ പണി. ഒരു ഹെൽപ്പറും 2 പണിക്കാർ. അപ്പൂസേ മോള് കാണണ്ടേ? മോള് കാണണ്ടേ നമുക്ക്? എവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നാളെ അമ്മ നട്ട് അടിപൊളി വിശേഷങ്ങളാട്ടഞ്ഞ്. പിന്നെ നാളെ ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട്. നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സർപ്രൈസ്. അത് എന്താണെന്ന് ക്ലിയർ ആയിട്ടില്ല. ഭയങ്കര ആകാംക്ഷ ഉണ്ട്. അപ്പൊ നാളെ നമ്മള് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ഇതാ ഈ പേപ്പറിൽ കുറച്ച് വിശ്വാസം കൂടി അറിയിക്കാനുണ്ട് കേട്ടോ. കുറെ ആളുണ്ട്, അതുകൊണ്ടാണ് ഇത് പേപ്പറിൽ എഴുതിയെടുത്തത്. അപ്പൊ നമ്മളെ കെട്ട ചങ്കുകളെ പേരുകളാണ് ഇതൊക്കെ. അപ്പൊ ഇത് നമ്മളെ വാർപ്പിന്റെ മുകളിലേക്ക് കയറുക. അപ്പൂസ് ഇന്നലൊക്കെ ഇവിടെ തന്നെയാണോ? ഇന്നലെ അപ്പൂസ് സ്കൂളിലാത്തോണ്ട് നാളെ സ്കൂളില്ല. അപ്പൊ ഫുള്ള് പണിക്കാരത്തൊക്കെ ഇതൊക്കെ വന്ന ഒരു ദിവസം കുറച്ച് ദിവസം ഏറിപ്പോ ഒരു 12 ദിവസത്തെ പണി ഉണ്ടാവുള്ളൂ ടോട്ടൽ അവർക്ക്. ഇവിടെയൊക്കെ വേണം നമ്മൾ ഇതേപോലെ തന്നെ ഇട്ടോണ്ടേ നമ്മളെ ഈ ഹാളും ഇതൊക്കെ ഇങ്ങോട്ട് സെറ്റായി തേച്ച് വരുമ്പോഴാകും നല്ല രസം കിട്ടല്ലേ. നമുക്ക് പിന്നെ അല്ലെ നമ്മള് ഞാൻ ഇവിടുന്ന് പോയിട്ടേ അല്ലെന്ന് ഇപ്പോഴും പോയിട്ടില്ല. കുറച്ച് അരി കൊണ്ട് പാട്ടമാർക്കല്ലേ കോഴിക്കുട്ടി. നമുക്ക് മോള് കയറിയൊക്കെ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ കയറിയിട്ടില്ല. കാരണം ഒരു പണി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ്
കട്ടെടുക്കാൻ ഇറങ്ങണം കയറണം. അപ്പോൾ അത് കാരണം ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. ഫുൾ ക്ലീൻ കണ്ടേ, തേച്ച സ്ഥലമൊക്കെ ഉണ്ട്, ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരു സിമെന്റും കൂടി ബാക്കിയില്ല. തേച്ചതാ രസമുണ്ട്. അപ്പൊ കണ്ടില്ലേ നമ്മള് ഇഷ്ടിക ഉണ്ട് കേട്ടോ. അത് ഇതൊക്കെ ഇഷ്ടികയാണ്. അവിടെ നമ്മള് പറഞ്ഞല്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഇഷ്ടിക. നമ്മൾ പറഞ്ഞില്ലേന്നോ ഇങ്ങനെ ഇഷ്ടിക വെക്കുന്നുണ്ട് ഇങ്ങനെ ചുറ്റുഭാഗം. ആ സാധനാട്ടത് ഇഷ്ടിക. ഇഷ്ടിക ഇപ്പൊ കാണൂല, കാരണം പുറത്ത് നോക്കിയാലേ കാണുള്ളൂ. പിന്നെ പാരപ്പറ്റ് കെട്ടിന്റെ അവിടെ അല്ലേ, പാരപ്പറ്റ് എവിടെ ആക്കണ? എന്റെ ബാക്കിലാണ്. ഇനി ഇവിടെ ഉണ്ട്. ഇതാണ് പാരപ്പറ്റ്. മറ്റേ എന്താ പറയാ, സിമെന്റിന്റെ കട്ട. അത് അങ്ങനെ തന്നെ ചെയ്യല്ലോ നമുക്ക്. നിശ്ചലിക്കറിയാം, എനക്കറിയില്ല. അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇവിടെ ഫുള്ള് വെച്ചിട്ടുണ്ട്. മുകളിൽ കാണാനൊരു വരില്ലേ ഭംഗിയായില്ലേ, നല്ല സെറ്റപ്പായി. ഇനിയിപ്പോ ഒരു ധൈര്യം വന്നു. ഇതുവരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കല്ലേന്നോ. ഇപ്പൊ ധൈര്യം. ഈ വെള്ളം പോവാന്, വെള്ളം പോണില്ലേ, കുത്തി കൊടുക്കണം. കുത്തി കൊടുക്കുന്നു. വെള്ളം നിൽക്കണ അവിടെ. അപ്പൊ നമ്മളെ പണി കണ്ടെടുത്തോളം നല്ല നീറ്റാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റപ്പാണ്. കാണുമ്പോ തന്നെ മനസ്സിലായി. ഇവിടേക്ക് ഉണങ്ങി. ഇവിടെ ഷീറ്റ് ഇടണം. ഷീറ്റ് ഇട്ടാ അപ്പോസ് ഇട്ടോളും. മഴ ചെയ്താ രാത്രി ഇപ്പൊ നമുക്ക് വിശ്വസിച്ച് അറിയിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നമ്മളെ കോഴിക്കോട് ഉള്ള മുംതാസ് ബഷീർ ആണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മൾ, അടുത്ത സമയങ്ങളിലാണ്, ഇപ്പോൾ മാസങ്ങളായിട്ടുണ്ടാവുള്ളൂ, കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല, അത്ര സമയത്തോട് പരിചയപ്പെട്ട മുംതാസ് താത്തയാണ്. അപ്പോൾ മുംതാസ് താത്താക്ക് 3 പെൺമക്കളുണ്ട്. 2 ആളെ കല്യാണം ടിങ്സാണ്. അപ്പോൾ അവരെ കല്യാണം ഉണ്ട്, അടുത്ത് വരും. അപ്പോൾ കാക്ക ഗൾഫിലാണ്. അപ്പോൾ ഈ മുംതാസ് താത്താൻ്റെ വെഡ്ഡിങ് ആണ്, 24ാമത്തെ വെഡ്ഡിങ് ആണ് കേട്ടൊന്ന്. അപ്പോൾ മുംതാസ് താത്താക്കും ബഷീർ കാക്കും 2 ആൾക്കും കൂടി ഒരുപാട് ദീർഘായുസും 1000 സൗഖ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മളെ നാടൻ ഫാമിലിയിലെ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ 1000 വെഡ്ഡിങ് ആനിവേഴ്സറി. പിന്നെ അപ്പോൾ നമ്മള് താത്താന്റെ ഫോട്ടോ കാക്കാൻ്റെയും അല്ല ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫോട്ടോ കൂടി ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ അതേപോലെ കോട്ടയത്ത് നിന്ന് പ്രതീഷ് അനിതാന്നുണ്ട്. അപ്പോൾ പ്രതീഷ് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്, 39ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റുബീന ഫൈസലാണ്, എന്താ പറയുക, മറാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ 28ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മൾ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പദ്യങ്ങളും പറയുന്നുണ്ട്. അമ്മ ഉണ്ടാവുമ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ പറയില്ലേ. പിന്നെ നമ്മൾ കമൻറ്റിൽ വന്നാണ് മധു KP. അപ്പോൾ ആ ചേച്ചിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. അപ്പോൾ ഓരോ ഏട്ടൻ്റെ മോളാണ് പൂജ എന്ന് പറയും. ഇന്നലെയായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഇന്നലത്തെ വിശ്വസിലാണത് പറഞ്ഞത്. അപ്പോൾ ഞാനതിങ്ങനെ എഴുതി വെച്ചിരുന്നു മറക്കാതിരിക്കാൻ. അപ്പോൾ പൂജ മോൾക്കും വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ നമ്മളെ നടുവത്ത് തന്നെയാണ്, നടുവത്ത് പൊട്ടിപ്പാറ എന്ന സ്ഥലത്തുനിന്ന്, അതായത് നമ്മളെ സിന്ധേച്ചിൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറമാണ് കേട്ടോ. സന്ധ്യേച്ചിനെ അവരൊക്കെ അറിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ മോനുണ്ട്, മോന് 27ാമത്തെ വയസ്സാണ്, 27ാം പിറന്നാളാണ്. അപ്പോൾ ആൾക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. 1000 ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ കുറേ ആൾക്ക് പറഞ്ഞു, 1 2 3 4 5 ആളെ പറഞ്ഞു. 5 ആൾ. അപ്പോൾ ഫോട്ടോ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്നല്ലെങ്കിൽ നാളത്തെ വിശേഷത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഫോട്ടോ കണ്ടുവരാം. അപ്പോൾ ഇവരെല്ലാവരും ഫോട്ടോ കണ്ട് വരാം. അപ്പോൾ എല്ലാവരും നമ്മളെ ഫോട്ടോ ഒക്കെ കണ്ടു വന്നു അല്ലേ. അപ്പൂസ് അതിൻ്റെ ഇടയ്ക്ക് പീടിയെ പോയി എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. നോട്ടെ ഇതെന്താണ് പണിയെടുക്കുമ്പോൾ ചിലവോ? മസാല കടല എന്തിനാ പൈപ്പ്?
മഴ കൊള്ളാതൊക്കെ അല്ലേ. അപ്പോൾ ഈ ഭാഗം പിടിച്ചെടുക്കുക. മെല്ലെ മെല്ലെ തട്ടിക്കാതെ, വക്ക് തട്ടിക്കാതെ. വാ വാ. എന്താ ഇപ്പം ഇങ്ങനെ അവിടെ പിന്നെ സെറ്റാണ് രാവിലെ. മതിയോ? എന്തേലും പാർണേന് വെക്കണ്ടേ? അപ്പോ നാളെ അമ്മമ്മ വരും. ആണോ? ഇവിടെ ഒക്കെ ഞാൻ കൊടുക്കട്ടെ. ഇവിടെ വെക്കാത്തെന്താ? അച്ഛനാ? വീതി എല്ലാം ഉണ്ട്. വീതി നല്ലോണം ഉണ്ട്. അതിന്റെ പകുതി മറ്റമ്മയ്ക്ക് ഇടുന്നു. ഞാൻ വരാം. ഞാൻ പിടിക്കാം. അപ്പുറത്തുണ്ടായിരുന്നു. അപ്പുറത്ത് അപ്പൊ സിറ്റടുത്ത് മാത്രം പിടിച്ചിക്ക. അച്ഛനെ പോയി തരും. പറൂല. നാളെന്താ സ്കൂളില്ലാത്തേ? എങ്ങനെ അറിയാതൊക്കെ പറഞ്ഞോണ്ടാ? നാളെ എന്തോടെ സ്കൂളിലാ? ടീച്ചർ പറഞ്ഞില്ല? താഴത്തേക്ക് എനിക്ക് പാത്രം എടുക്കാണ്ട് വരെ, വെള്ളപ്പാത്രം. ചെറിയ വിശേഷമാണ് അല്ലേ? നാളെ അമ്മ വന്നിട്ട് സെറ്റപ്പ് ആക്കാം. അതെ, ഇന്നിപ്പോ നമ്മളെ തേപ്പ് തുടങ്ങിയത് പറയാതെക്കാൻ പറ്റൂല. അത് എല്ലാ കാര്യം നമ്മള് നിങ്ങളോട് എല്ലാം തുറന്ന് പറയണം. പറയാൻ പറ്റാത്ത ഒരു അത്ര അവിടുന്ന് വിശേഷം കൊണ്ട് അത് പറയാതെ വന്നതാണ്. അതുകൊണ്ടാണ് അത് അറിയിക്കാനാണ് വന്നത്. അപ്പൊ നാളെ ഇനി അമ്മ വന്നിട്ട് ഒരു പുത്തൻ പുതിയ വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാ കുട്ടികൾക്കും ബൈ.